അങ്ങനെ ഗേസ് ബുള്ളറ്റിൻ്റെ ബ്രേക്ക് ലൈനർ മാറ്റാൻ വന്നാലും ബ്രേക്ക് ലൈനർ അയച്ചു നോക്കുന്നതാണ് ബുള്ളറ്റിൻ്റെ ചെയിൻ സോക്കറ്റും ചെയിനിൻ്റെ മൊത്തം പോയി എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ എന്തായാലും അത് മാറ്റാനുള്ളൊരു പരിപാടി, അതിൻ്റെ മൊത്തം പാർട്സ് ഇവിടെ അയച്ചിട്ട് അപ്പോൾ ഏകദേശം ഒരു 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതിനുശേഷം ഇവിടെ നമ്മളടുത്തുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയി. ഒരു ഇന്ത്യക്കാരനാണ് കേട്ടോ പണി ചെയ്യുന്നത്, അവിടെ ഒരു മലയാളിയുണ്ട്. അപ്പോൾ എന്തായാലും നീറ്റ് ആൻഡ് ക്ലീൻ പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ, കാരണം 10-15,000 കിലോമീറ്റർ ഓടിയത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഓയിലും പിന്നെ ചെയിൻ്റെ ഉള്ളിൽ മൊത്തം കച്ചറയും കൂടി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ശരിക്കും പല്ല് പൊട്ടിപ്പോകുന്നത് എന്താണെന്ന് പറയുന്നത്, നമ്മൾ അതായത് കട്ട് റോഡ് ഉണ്ടല്ലോ, കട്ട് റോഡ് വെച്ചാൽ താറ് ചെയ്യാത്ത റോഡിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ആകുമ്പോഴത്തെ നമ്മൾ കുത്തുന്ന ഇതുകൊണ്ട് വരുന്നതിനെ കൊണ്ടാണ് ശരിക്കും 10,000-12,000 കിലോമീറ്റർ കിട്ടുന്നത്. നമ്മൾ പിന്നെ കുറേ വണ്ടി കയറ്റിയിട്ടെല്ലാം കൊണ്ട് ഇതിൻ്റെ പല്ല് മൊത്തം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ലോങ് ട്രിപ്പോ ഇല്ലെങ്കിൽ ലോങ് ഡ്രൈവൊന്നും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാറ്റാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ശരിക്ക് ബ്രേക്ക് ലൈനർ പോയത് കൊണ്ട് മാത്രം മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ ഇവിടെ ഇതിൻ്റെ ഒരു മൊത്തം സോക്കറ്റാണ് വരിക. അതിൻ്റെ സീൽഡും വരുന്നുണ്ട്, എൻജിൻ്റെ പുറം കവറിൻ്റെ ഒരു സീൽഡ് വരുന്നുണ്ട്. അവിടെ റോളോൻ്റെ അടിപൊളി സാധനം എടുത്തത് ഏകദേശം 2,000 സംതിങ് ആയിട്ട് റേറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതാണിപ്പോൾ നല്ലത്. ഇതിപ്പോൾ ക്ലാസിക്കിനായാലും സ്റ്റാൻഡേർഡിനായാലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അയച്ചിട്ട് കംപ്ലീറ്റ് കച്ചറയും പെട്രോൾ ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പുതിയ ചെയിൻ ഇടുന്ന സമയത്ത് അത് പിന്നെയും ബുദ്ധിമുട്ടാവും. അതുമാത്രമല്ല, പുതിയ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസത്തേക്ക് ഓയിൽ തീരെ തൊടിക്കരുത്. പിന്നെ കുറച്ച് ഗ്രീസ് മാത്രം സെൻറ്ററിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാവും. അപ്പോൾ എന്നാലാണ് ചെയിൻ കുറച്ചുകൂടി ഈട് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറൊക്കെ മൊത്തം കച്ചറ കഴുകിയിട്ടെടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ അയച്ചില്ലെങ്കിൽ നമ്മളറിയില്ല, നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഉള്ളിലേക്ക് നമ്മൾ വാട്ടർ സർവീസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രീസും ഇല്ലെങ്കിൽ ഓയിലും കൂടി ഒന്നായിട്ട് നിറഞ്ഞിട്ട് പറ്റിപ്പിടിച്ചത് ഒരിക്കലും പോകില്ല. ഇല്ലെങ്കിൽ ഡീസൽ സർവീസ് ചെയ്യുന്നേരം ഉള്ളിലേക്ക് ശരിക്ക് പ്രഷർ പമ്പിലേക്ക് പോവുകയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറ. അപ്പോൾ ഇത് അയച്ചാലാണ് ഇതിനുള്ളിൽ മൊത്തം കച്ചറ. അപ്പോൾ ബ്രഷ് ഇട്ട് അയച്ച് ക്ലീൻ ചെയ്താണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെറിയ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിപ്പോൾ ബ്രേക്ക് ലൈനർ അയച്ച് മാറ്റിയത് കൊണ്ടാണ് ഈ ഒരു സംഭവം കാണാനിടയായത്. ഇല്ലെങ്കിൽ ആ പല്ല് പൊട്ടിയ പല്ല് വെച്ച് പിന്നെ ഓടിക്കൊണ്ടിരുന്നാൽ ചെയിന് മൊത്തം കംപ്ലീറ്റ് പോകും. ഓൾറെഡി ചെയിനും പോയി, പല്ലും പോയിട്ടുണ്ട്. പിന്നെ അതിന് നമുക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് പല്ലിലേക്ക് കറക്റ്റ് വീല ഫസ്റ്റ് ഗിയറിലിടുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലിടുമ്പോഴത്തേക്ക് തേർഡിലേക്ക് സ്ലിപ്പായി പോകും. അതാണ് അതിൻ്റെ പ്രശ്നം വരിക. പിന്നെ അത് കംപ്ലീറ്റ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ പിന്നെ പെട്രോൾ ഒഴിച്ചിട്ട് മൊത്തം കച്ചറ അഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല ഫിനിഷ് കുട്ടപ്പനാക്കി. അതായത് നമ്മൾ വണ്ടി എങ്ങനെ എടുത്ത മോഡൽ അല്ലെങ്കിലും കുറച്ച്, അതായത് പ്രഷർ ചെയ്യുന്നേരം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കച്ചറെല്ലാം മൊത്തം കംപ്ലീറ്റ് വരുന്നുണ്ട്. പിന്നെ അത് നമ്മൾ വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കച്ചറെല്ലാം ഒന്ന് അടിച്ചു കൊടുത്താൽ അങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ സെറ്റോടെയാണ് വരിക. ചെയിനും അതിൻ്റെ ഡ്രമ്മും കൂടിയും മൊത്തത്തിൽ സെറ്റായിട്ട് വരിക. ചെയിൻ സോക്കറ്റിൻ്റെ മൊത്തം കംപ്ലീറ്റ് ഒന്നായിട്ടാണ് വരിക. അപ്പോൾ ചില ആൾക്കാർ ഇട്ടപാട് ഓയിൽ ഇടാൻ നിൽക്കരുത്. പുതിയ ചെയിനിൽ ഓൾറെഡി ഗ്രീസ് ഓൾറെഡി ആയിട്ട് വരും. ഒരു 3-4 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടോ നമ്മൾ കുറച്ച് ഗ്രീസോ ഇല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ ഇട്ട് കഴിഞ്ഞ ശേഷം ചെറുങ്ങനെ ഒന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കുക ചെയ്യാവും. അതും ഫ്രഷ് ഗ്രീസ് മാത്രം ഇടാവും. സാധാരണ നമ്മൾ ഉപയോഗിച്ച ഗ്രീസ് ഇടാനേ നിൽക്കരുത്. ഫ്രഷ് ഗ്രീസ് മാത്രം സെൻറ്ററിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ജോലി മൂപ്പർ ചെയ്യുന്നുണ്ട്. മൂപ്പറിൻ്റെ ടെക്നീഷ്യൻ തന്നെയാണ്. പിന്നെ മാത്രമല്ല അവിടെ ഒരു മലയാളി ഉള്ളത് കൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് അയച്ചിട്ട് നമ്മൾ ബ്രേക്ക് ലൈനറിൻ്റെ അയച്ചിട്ടില്ലെങ്കിൽ ഈ പല്ല് പോയ സംഗതി അറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ റോഡ് പണി, വാട്ടർ അതോറിറ്റീൻ്റെ റോഡ് പണിക്ക് വേണ്ടിയിട്ട് റോഡ് പണി കഴിഞ്ഞാലും വീണ്ടും അവർ കുഴിച്ച് മൊത്തത്തിൽ പ്രശ്നമാകുന്നതിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ പോയി സെക്കൻഡ് ഗിയറിൽ വന്ന് തേർഡ് ഗിയറിലെത്തുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വീണ്ടും ഡൗൺ ആക്കി. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 15,000 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ചെയിന് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. സാധാരണ നമുക്ക് അത്ര ഒരു വണ്ടിക്ക് ഒരു 10-12,000 കിലോമീറ്ററാണ് മാക്സിമം ചെയിന് കിട്ടുക. പിന്നെ നമ്മൾ കുറച്ച് വണ്ടി പിന്നെ പുറത്ത് പോയ സമയത്ത് കയറ്റിയിടുന്നതിനെ കൊണ്ട് കുറച്ച് കൂടുതൽ സമയം കിട്ടി. പിന്നെ പല്ല് പിന്നെ നമ്മൾ വണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആളുകൾക്ക് ബുള്ളറ്റ് ഓടിക്കാൻ കൊടുത്താലും ഈ ഒരു സംഭവം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ചെയിനും ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാറ്റാതെ രക്ഷയില്ല. കാരണം നമുക്ക് ഒരു ലോങ് ഡ്രൈവോ ഏകദേശം ഒരു 100-150 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഓടാനുള്ള ചെയിൻ കപ്പാസിറ്റി ഉള്ളൂ. ഇല്ലെങ്കിൽ അത് സ്ലിപ്പായി പോകും. പിന്നെ മൊത്തം പണിയാകും. പിന്നെ സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ലോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം കുടുങ്ങിപ്പോകുന്നുള്ളത് കൊണ്ട് എന്തായാലും ബ്രേക്ക് ലൈനർ മാറ്റുന്നതിൻ്റെ കൂടെ സോക്കറ്റും കൂടി മാറ്റിയതാണ്. കാരണം ഒരൈക്കലിൽ
രണ്ട് കാര്യം കൂടി നടക്കും എന്നുള്ള രീതിയിൽ മൊത്തം അയച്ചു മാറ്റിയതാണ്. അവിടുന്ന് ഹിന്ദിക്കാരനാണ്, പേരെന്നറിയില്ല. അപ്പം മൂപ്പർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മലയാളികളതിനെ കൊണ്ട് മൂപ്പർ അതിൻ്റെ കറക്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നമ്മൾ ഈ റോളോൻ്റെ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് തന്നെ വാങ്ങിയിട്ടത്. അപ്പോൾ വാങ്ങിയിട്ടിട്ട് അപ്പോൾ വാങ്ങി ഇത് അയച്ച് അതിൻ്റെ കറക്റ്റ്, കാരണം ചെയിന് നമ്മൾ ക്ലിപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യത്തെ ചെയിന് നമ്മൾ അയച്ച് മാറ്റിയെടുത്തതിന് ശേഷം രണ്ടാമത്തെ ക്ലിപ്പേറ്റ് പിഞ്ചേറ്റ് കൊടുക്കണം. അത് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സ്റ്റേഷനിലൊന്നല്ല മാറ്റുന്നത്, നമ്മൾ സാധാ ഒരു നോർമൽ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ക്ലിയർ ആക്കിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബുള്ളറ്റിൻ്റെ പണി അറിയുന്ന ആളുകളെടുത്ത് മാത്രം പോയിട്ട് ബുള്ളറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെ പണി ചെയ്യിക്കുക. അപ്പോൾ നമ്മളുടെ ലൈനർ ഇവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ലൈനർ മൊത്തം പോയത് കൊണ്ടാണ് സൗണ്ട് വരുന്നുണ്ട്. മാക്സിമം ബ്രേക്ക് ലൈനർ അല്ലെങ്കിൽ ഒരു 500 അല്ലെങ്കിൽ 600 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ലൈനർ ഇതേപോലെ സൗണ്ട് വരും, പൊടിയൊക്കെ നിറച്ചിട്ട്. ആ സമയത്ത് ബ്രേക്ക് ലൈനർ നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ അയച്ച് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് മൊത്തം പ്രശ്നം വരും. പ്രത്യേകിച്ച് ബുള്ളറ്റിൻ്റെ ലൈനറൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൗണ്ട് വരുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്തല്ല. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റ് അതിൻ്റെ വീട്ടിൽ തന്നെയുള്ള അതിൻ്റെ പ്രസ്സിങ്ങും അതിൻ്റെ ബുഷിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ സ്പ്രിങ്ങെല്ലാം ഇട്ട് കറക്റ്റ് ഇട്ട് അതിന് ശേഷം നമ്മളുടെ ചെയിൻ സോക്കറ്റിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം അത് ടൈറ്റ് ചെയ്ത് അതിൻ്റെ ലെവലാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് തുടച്ച് ക്ലീൻ ചെയ്ത് അതൊക്കെ ക്ലിയറാക്കി അതിന് ശേഷമാണ് നമ്മളുടെ വണ്ടിമേലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ചെയിൻ ഇട്ടിട്ട് ചെയിൻ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അതേത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കൂടെ കണ്ടാൽ മനസ്സിലാവും. ചെയിൻ ഇവിടെ നിന്ന് വലിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അടിഭാഗത്തൂടെ ചെയിൻ വലിച്ചിട്ട് മുകളിലേക്ക് ഒത്ത ടൈറ്റിൽ, അത് കറക്റ്റ് അളവിലായിരിക്കും. നമുക്ക് കട്ട് ചെയ്യാനോ ഇതാക്കാനോ ഒന്നും ഉണ്ടാകില്ല. കാരണം നമ്മൾ അയഞ്ഞു പോയ ചെയിനല്ല ഇത്, ഫ്രഷ് ചെയിനായതിനെ കൊണ്ട് അതിൻ്റെ രീതിയിൽ തന്നെ അത് നിന്നിട്ട് അതിൻ്റെ കറക്റ്റ് ക്ലിപ്പ് അതിലേക്ക് വെച്ച് ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. നമ്മളുടെ ചെയിനിലാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ചെയിന് കറക്റ്റ് അളവിലായിരിക്കും അതായത് ക്ലിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഫിറ്റിങ്ങിലേക്കാണ് നിൽക്കുക. അതിപ്പോൾ പിടിക്കുന്ന നേരം കാണുന്നുണ്ടോ, അത് അതിൻ്റെ ഒരു ഇഞ്ച് പോലും വലിപ്പം ഉണ്ടാകില്ല. അതിൻ്റെ കറക്റ്റ് അളവിലാണ് ആ ചെയിൻ നമുക്ക് വണ്ടിക്ക് ലെവലായിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ടൈറ്റ് തന്നെ അത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഹിന്ദിക്കാരൻ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. മുപ്പത് പേരനക്കാരനോട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദിക്കാരൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള മലയാളീൻ്റെ പേരെനിക്കറിയാം, അത് ഞാൻ അതിൽ പറയില്ല. ഇത് നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വർക്ക്ഷോപ്പാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പണിയാണ്. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും ചില്ലറ പണിയെല്ലാം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കൽ. കാരണം ബുള്ളറ്റിൻ്റെ തന്നെ സർവീസ് കാര്യമായിട്ട് ചെയ്യുന്നൊരു കടയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെയിൻ ടൈറ്റ് ചെയ്യുന്ന കണ്ടോ, ചെയിൻ അതിലേക്ക് വെച്ച് പിടിച്ചിട്ട് അതിന് ശേഷം ആ ക്ലിപ്പേറ്റ് അതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷമാണ് ഇപ്പോൾ ഒരിക്കലും നമ്മൾ പുതിയ ചെയിനിൽ ഒരിക്കലും ഓയിൽ, അതായത് നല്ലതല്ലാത്ത കച്ചറ ഓയിലാണ് നമ്മൾ സാധാരണ ചെയിനിലേക്ക് ആഡ് ചെയ്യുക. ഈ ഓയിലും അതേപോലെ ഒരു സാധനം ഇപ്പം തുടങ്ങുക. കാരണം ചെയിന്മേൽ തന്നെ ഓൾറെഡി ഗ്രീസ് ഉണ്ടാവും. ആ ഗ്രീസ് ഒരു 3-4 ദിവസം ഓടി, കാരണം ചെറുതായിട്ടൊരു മഴയും ചാറിയിരുന്നു. അപ്പോൾ 3-4 ദിവസം ഓടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് സെൻറ്ററിൽ, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്രീസ് ആഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ചെയ്യാവൂ. അല്ലാണ്ട് കൂടുതലായിട്ട് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ചെയിൻ വീണ്ടും അയഞ്ഞു പോകും, കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയിൻ ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഇനിയിപ്പോൾ എൻജിൻ കവറും കാര്യങ്ങളും ബ്രേക്ക് ലൈനറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം വണ്ടി ഒന്ന് ചരിച്ചൊക്കെ പിടിച്ചു കൊടുത്ത് അതിനുശേഷം ഇവിടെ സീൽഡ് വെക്കുന്നതാണ്. എൻജിൻ സീൽഡ് പുതിയ തന്നെ വെക്കണം. അതിൻ്റെ കറക്റ്റ് അതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ച ആയ സീൽഡ് എല്ലാം കംപ്ലീറ്റ് പരണ്ടി ക്ലീൻ ചെയ്താണ്. അതിനുശേഷം എൻജിൻ ടോപ്പ് കവറും കൂടി ഫിറ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മുടെ വണ്ടി ചെയിൻ കവറും അതേപോലെ ബ്രേക്ക് ലൈനറും കൂടി മാറ്റിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ബ്രേക്ക് ലൈനറിന് ഏകദേശം 600 രൂപ അങ്ങനെ എന്തോ സംതിങ്, 600 രൂപ 800 രൂപ 550 രൂപ അങ്ങനെ തോന്നും പറഞ്ഞത്. എന്തായാലും നമ്മളെ ആവശ്യമാണ്. വണ്ടി എന്നത് പറയുന്നത് നമ്മൾ ജീവൻ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ സേഫ്റ്റി ആക്കൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ, അല്ലാണ്ട് അതും വെച്ചിട്ട് പിന്നെ ഓടി അത് പിന്നെയും ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ വയർ, എഞ്ചിൻ്റെ പുറത്തുള്ള വയറും കണക്ഷൻ വയറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നട്ടും ബോൾട്ടെല്ലാം ഇട്ടിട്ട് ടൈറ്റാക്കി നമുക്ക് കുട്ടപ്പനാക്കിയിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം കാണുന്നുണ്ടാവും നമ്മുടെ വണ്ടിൻ്റെ ഏകദേശം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിയാനായി. അതിൻ്റെ ബാക്കിയുള്ള നെട്ടും ബോൾട്ടും എല്ലാം ടൈറ്റ് ചെയ്ത് അതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ടൈറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഓയിൽ മാറ്റി റീഫിൽ ചെയ്യണം. കാരണം ഓയിൽ നമ്മൾ ഒഴിച്ച് മാറ്റി വെച്ചതാണ്.
എൻജിൻ ടോപ്പാക്കി നേരം, ഇല്ലെങ്കിൽ അത് പിന്നീട് പ്രശ്നം വരുന്നതിനെ കൊണ്ട് ഓയിൽ അങ്ങനെയാണ് സാധാരണ കമ്പനിയിലും ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയിൻ കവർ മാറ്റുന്നേരം നമുക്ക് ഇവിടുന്ന് പുറത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് കാണുന്നവരാണല്ലോ ഇതിനെപ്പറ്റി മനസ്സിലാകുക. അപ്പോൾ എന്തായാലും ചെയിന് നിങ്ങൾ എന്തായാലും ഈ പല്ല് പോയി കഴിഞ്ഞാൽ ഈ ഗിയർ സ്ലിപ്പാകുന്ന നിർബന്ധമായിട്ട് നോക്കുക. നമുക്കൊരു 1000-2000 രൂപേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഒരു ജീവൻ അപകടത്തിലേക്ക് പോകുന്നത്. കാരണം നമ്മളൊരു ഇറക്കി വരുന്നത് ഗിയർ സ്ലിപ്പായി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഗിയറിലേക്ക് പോകില്ല, ചവിട്ടിയൊക്കെ കിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. നമുക്ക് പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ചാലൊക്കെ ഊരിപ്പോവും, ഗിയറിൽ താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരാളല്ല ഡബിളും കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നത് വെച്ചാൽ അപ്പോൾ കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഈ ബ്രേക്ക് ലൈനർ മാറ്റുന്നതും അതേപോലെ ചെയിൻ സോക്കറ്റ് മാറ്റുന്നതും ചെയിൻ മാറ്റുന്നതായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിത് അടുത്ത പ്രദേശത്ത് മേപ്പയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ മാറ്റി. നിതീഷ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ആളെ പേര് പറയുന്നതിന് ഇതുണ്ടായിട്ടില്ല. നിതീഷ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് എല്ലാവർക്കും അറിയുന്നതാണ്. ചേട്ടൻ്റെ ബുള്ളറ്റിൻ്റെയും മോട്ടോർ സൈക്കിളിൻ്റെ എല്ലാ സർവീസ് ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ നമ്മളെ എൻജിൻ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള പോരാത്തത് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങളിലേക്ക് എത്തിച്ചത് ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്തത് കാണിക്കണമെന്നാണ്. അപ്പോൾ നമ്മളെ ബ്രേക്ക് ലൈനർ ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് അതാണ് മുന്നിലേക്ക് കൈവച്ചിട്ട് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റാക്കുന്നത്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റൂഫ് വ്ലോഗ്.